എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭാഗ്യരേഖ ചാനലിലേക്ക് ഹാർദ്രമായ സ്വാഗതം. ഞാൻ ഹാരിസ്. ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ ജന്മതീയതിക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളും ബിസിനസ്സും ഏതൊക്കെയാണെന്ന് കാണുന്ന പ്രത്യേക പരമ്പരയിലെ 5ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ 1 മുതൽ 4 വരെയുള്ള സംഖ്യകളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു മാസത്തിലും 5, 14, 23 തീയതികളിൽ ജനിച്ച, അതായത് ഭാഗ്യ നമ്പർ 5ആയി വരുന്ന ആളുകളുടെ കരിയറിനെ കുറിച്ചാണ്. സംഖ്യാശാസ്ത്രത്തിൽ ബിസിനസ് നമ്പർ എന്ന് വിളിക്കപ്പെടുന്ന 5ആം നമ്പറുകാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം തരുന്ന മേഖലകൾ ഏതൊക്കെയാണ്, അവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് നോക്കാം. 5ന്റെ സവിശേഷതകളും ബിസിനസ് വിജയവും. സംഖ്യാശാസ്ത്രത്തിൽ 5ആം നമ്പറിനെ നയിക്കുന്നത് ബുദ്ധിയുടെയും കച്ചവടത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്രതീകമായ ബുധനാണ്. അതുകൊണ്ട് തന്നെ 5ആം സംഖ്യയിൽ ജനിച്ചവർക്ക് ജന്മന മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കച്ചവടം നന്നായി ചെയ്യാനുള്ള ബുദ്ധിയും ആരെയും ആകർഷിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. മാറ്റങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നവരും പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ എപ്പോഴും താല്പര്യമുള്ളവരും ഇഷ്ടപ്പെടുന്നവരുമാണിവർ. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ളവരും ഈ 5ആം നമ്പറുകാരാണ്. 5ആം നമ്പറുകാർക്ക് ഭാഗ്യം തരുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വ്യാപാരവും കച്ചവടവും. ഏതൊരു സാധനവും വിൽക്കാനും വാങ്ങാനുമുള്ള കഴിവ് ഇവർക്കുള്ളതുകൊണ്ട് റീറ്റെയിൽ ഷോപ്പുകൾ, ഹോൾസെയിൽ ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഇവർക്ക് വൻ വിജയം നൽകും. ഇമിറ്റേഷൻ ജ്വല്ലറി, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവയുടെ ബിസിനസ്സും ഇവർക്ക് വളരെ മികച്ചതാണ്. 2. ആശയവിനിമയവും മാധ്യമങ്ങളും. മാർക്കറ്റിംഗ് ഏജൻസികൾ, PR ജോലികൾ, പരസ്യ മേഖലകൾ, ജേർണലിസം, ട്രാവൽ ബിസിനസ് എന്നിവയിൽ ഇവർക്ക് വലിയ പേരും പ്രശസ്തിയും നേടാം. 3. സാമ്പത്തിക മേഖലയും ബ്രോക്കറേജും. ഷെയർ മാർക്കറ്റ്, ബാങ്കിംഗ്, ഇൻഷുറൻസ് ഏജൻസികൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, ബ്രോക്കറേജ് തുടങ്ങിയ മേഖലകളിലും 5ആം നമ്പറുകാർക്ക് വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കും. 5ആം സംഖ്യയിൽ ജനിച്ചവർ പുതിയ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 5ആം നമ്പറുകാർ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം. ഒരു ബിസിനസ് തുടങ്ങി കുറച്ചുനാൾ കഴിയുമ്പോൾ അതിലെ താല്പര്യം നഷ്ടപ്പെട്ട് വേറെ ഒന്നിലേക്ക് പോകാൻ തോന്നിയേക്കാം. ബിസിനസ്സിൽ ക്ഷമയും സ്ഥിരതയും വളരെ പ്രധാനമാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിച്ച് പണം നഷ്ടപ്പെടുത്തരുത്. പങ്കാളിത്തത്തോടെയോ അല്ലാതെയോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, പക്ഷേ കൃത്യമായ ഒരു പ്ലാനിംഗ് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ 5ആം നമ്പറിൽ ജനിച്ചവർ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 6ആം സംഖ്യയിൽ, അതായത് 6, 15, 24 തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യ ജോലികളെ കുറിച്ചുള്ള 6ാമത്തെ എപ്പിസോഡാണ്. ശുക്രന്റെ സ്വാധീനമുള്ള ആ നമ്പറുകാർക്ക് സിനിമ, ഫാഷൻ മേഖലകളിൽ വലിയ വിജയമാണ് ശാസ്ത്രം പറയുന്നത്. അത് കാണാനായി നമ്മുടെ ഭാഗ്യരേഖ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.